+2 ലൈഫിലൊരു ആക്സിഡൻറ്റ്. ഓരോ അബദ്ധങ്ങളാണ് ഓരോരുത്തരുടെ പാരൻസ് എങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഉണ്ടാവും. ഒരു ഫുഡ് ഇൻസ്പെക്ടർ, അയാളുടെ ജോലി അയാൾ നേരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്ര പേരുടെ ജീവനം കുറ്റപ്പെണ്ണോ ആണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ എല്ലാവരും തെറ്റ് ചെയ്തിട്ട് തന്നെ വരണമെന്നില്ല. ഹലോ, വെൽക്കം ടു ടോക്ക് വിത്ത് രശ്മി. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രേക്ഷകർക്ക് ഒട്ടേറെ പരിചിതമായ ദ നെക്സ്റ്റ് ലെവൽ ഓർഗനൈസേഷന്റെ സ്ഥാപിതയായ നയനയാണ്. നയന, എന്നെ ഇപ്പോൾ മനസ്സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് വീക്കായിട്ട് മീറ്റ് വരുന്നുണ്ട്. ഓക്കെ, കോഴിക്കോട് വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ 12.5 സെക്കൻഡ്സിൽ എത്തിയിട്ടുണ്ട്. തനിക്കറിയാലോ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. ഓക്കെ, അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, അതിലൊരു ഉഴപ്പും കാണിക്കരുത്. ഹലോ, നയനയുടെ അമ്മയല്ലേ? അതെ. ഒന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വരെ അർജന്റായിട്ട് വരണം. ഹലോ, എന്താ പറ്റി? ഹലോ ഹലോ ഹലോ. വേണ്ട മോളെ, കിടന്നോളൂ. ആളെ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഡിഗ്രി മോൾക്ക് യൂസ് ചെയ്യാനുള്ള വിസ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്തായാലും മോളുടെ കാലൊക്കെ ശരിയാവും. ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന നയനയെ നമുക്ക് ആർക്കും കാണാൻ താല്പര്യമില്ല. മോൾ തിരിച്ചു വരണം. നിനക്ക് ഒരിക്കലും അതിൻ്റെ അർത്ഥം നീ ഒരിക്കലും അത്ലറ്റ് ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഇനിയും ഉണ്ട് നമുക്ക് ലൈഫ്. ഓക്കെ, ആദ്യം ബോഡിയൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ. ആദ്യം അവിടെ പോവാം. നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. വീണ്ടും മോൾ എന്തായാലും വരും, അതെനിക്ക് ഉറപ്പുണ്ട്. നമ്മളെല്ലാവരും മോളുടെ ഒപ്പമുണ്ട്. എല്ലാ ആവശ്യത്തിനും ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇനി ഒരിക്കലും മോൾ സങ്കടപ്പെട്ടിരിക്കരുത്. ആ നനെ ഞങ്ങൾക്ക് ആർക്കും കാണാൻ താല്പര്യമില്ല. ഡോക്ടറെ കണ്ടോളൂ. നയന, ഇതിനു മുമ്പ് വല്ല വാക്സിനോ അല്ലെങ്കിൽ ബ്ലഡ് സ്വീകരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? അറിയില്ല ഡോക്ടർ. 2-3 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബ്ലഡ് കയറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ? റിസൾട്ട്സിൽ HIV പോസിറ്റീവാണ് കാണിക്കുന്നത്. പേടിക്കാനൊന്നുമില്ല. നമുക്കൊരു കൺഫർമേറ്ററി ടെസ്റ്റും കൂടെ നടത്താം. ഹലോ ഏട്ടാ, നമ്മുടെ നയനയ്ക്ക് എയ്ഡ്സാന്നാ പറയണേ. നയനയ്ക്കോ? അതെങ്ങനെ സംഭവിച്ചു? അറിയില്ല ഏട്ടാ. അതിശയിക്കാനൊന്നുമില്ല, അനുഭവിച്ചോ. ഇത് ഞാൻ പണ്ടേ പ്രതീക്ഷിച്ചതാ. പക്ഷേ ഈ രൂപത്തിലാവുമെന്ന് വിചാരിച്ചതല്ല. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഏട്ടാ, ഈ അവസരത്തിൽ അങ്ങനെ പറയില്ല ഏട്ടാ. അച്ഛനില്ലാത്ത കുട്ടിയാണെന്ന് ഓർമ്മ വേണമായിരുന്നു. രാത്രിയും പകലൊന്നില്ലാതെ സ്പോർട്സിന് വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ. ഏട്ടനോട് ഇനി ഇങ്ങനെ ഇതിന്റെ പറയില്ല. പേരിൽ എന്നെ വിളിക്കാൻ നിൽക്കണ്ട. നയനേ, എന്ത് പണിയാ നീ കാണിച്ച്? അച്ഛനില്ലാന്ന് വിചാരിച്ച് കൂടുതൽ വാത്സല്യം തന്നതാണോ എന്റെ തെറ്റ്? നീ എന്ത് പണിയാ മോളെ കാണിച്ച്? നീ ഇനി വേറെ ആരെങ്കിലും തമ്മിൽ
എവിടെ? ഞാൻ നയനെ കാണാൻ വന്നതാ. അവളെവിടെ? എനിക്ക് അവളോട് സംസാരിക്കണം. നിന്റെയൊക്കെ കൂടെ നടന്നിട്ടാ എനിക്ക് നീ സ്ഥിതി വന്നത്. സ്വന്തം കുഞ്ഞിന്റെ നാട്ടുകാർ പറയുന്നേട്ട് റൂമിൽ ഒറ്റയ്ക്കിട്ടിരിക്കും. നിങ്ങളോടൊക്കെ സംസാരിക്കേണ്ട ആവശ്യമില്ല. നയന, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ആരെയും കണ്ട പോ. എടി, നിനക്ക് എന്താ സംഭവിച്ചത്? തൊടണ്ട തൊടണ്ട. നയന, എന്റെ അസുഖം വരും. തൊടണ്ട. ഈ ലോകം തന്നെ നിന്നെ കുറ്റപ്പെടുത്തിയാലും എനിക്കറിയാം എന്റെ നയനെ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കേണ്ടതല്ല. നീ പുറത്തേക്ക് വാ. ഈ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കണം. എനിക്ക് ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് മരിക്കുന്നവരെ ആരെയും കാണണ്ട. നീയും വേണ്ട, പോ. എടി, വി ആർ ബോത്ത് എഡ്യൂക്കേറ്റഡ്. എയ്ഡ്സ് സ്പ്രെഡ് ആവുന്ന സം ആക്സിഡന്റ് റീസൺസ് ആണ്. ഇത് ഇനി എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ലൈഫിൽ നിന്ന് പുറത്തേക്ക് വാ. വന്നിട്ട് എന്തു പറയാ? എൻ്റെ അമ്മ പോലും എന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ നൈന, എന്നെ കൊണ്ട് ഇനി എന്തു പറ്റും? എൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു. നിന്നെ പോലെ പല കാരണങ്ങളാൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. നീ മാത്രമല്ല. ഒരു രോഗത്തിന്റെ പേരിൽ എത്ര പേരാണ് ഈ സൊസൈറ്റി മാറ്റി നിർത്തിയിരിക്കുന്നത്? അവർക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തൂടെ? ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്ത് ചെയ്യണം നീ തീരുമാനിക്കണം. രോഗത്തിന്റെ പേരിൽ തോറ്റു പോകേണ്ട ജീവിതമല്ല നിന്റെ. എൻ്റെ ജീവിതവും പലരുടെയും പോലെ ഇരുട്ടിലകപ്പെട്ട് തീർന്നിട്ടുണ്ടാവും. ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ കുറ്റപ്പെടുത്തുന്നവരുടെ എണ്ണവും വാക്കുകളും കൂടുമ്പോൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ, ഞാനില്ലേ നിനക്ക്, നിന്നെ എനിക്കറിയില്ലേ, എൻ്റെ കൂട്ടുകാരി സാന്ദ്രയുടെ ആ വാക്കുകൾ എനിക്ക് വെളിച്ചമായി മാറിയത്. ഇപ്പം എന്നിലൂടെ ഒട്ടനവധി പേർക്കും പലരുടെ ജീവിതത്തിൽ വെളിച്ചമേകാൻ കഴിയുന്ന ഒന്നാണിവ. പലരുടെ ജീവനുകൾ രക്ഷിക്കാനാകുന്നവ. ഇനിയെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവരുടെ വിഷമഘട്ടത്തിൽ കുറ്റപ്പെടുത്താതിരിക്കുക, തള്ളിപ്പറയാതിരിക്കുക. നയനയുടെ ജീവിതം പോലെ ഒരുപാട് പേരുടെ ജീവിതം മാറി മറിയാൻ ഓരോരുത്തരും അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ വരുത്തുന്ന അശ്രദ്ധ മൂലമാണ്. ഒരു പക്ഷേ അവരൊന്ന് ചെറുതായിട്ടെങ്കിലും ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരും നമ്മുടെ ഇടയിൽ സാധാരണ ജീവിതം നയിച്ചേനെ. അതുകൊണ്ട് അവരവരുടെ മേഖലയിൽ ആത്മാർത്ഥതയോടെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുക. അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഇടയാവാതെ ഇരിക്കുക. ഇതുപോലെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവരെ ജീവിക്കണോ ജീവിതം അവസാനിപ്പിക്കണോ എന്ന് പ്രേരിപ്പിക്കുന്നത്. അത് നല്ല വാക്കുകളാണോ ചീത്ത വാക്കുകളാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക.